ഹലോ, ഇന്ന് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് പാസ്ത മസാലയാണ്. ഗോതമ്പ് മാവ് കൊണ്ട് റെഡിയാക്കിയതാണ്. എളുപ്പം ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ഗ്ലാസ് ഗോതമ്പ് മാവ്, എരിവിനനുസരിച്ച് മുളക് പൊടി, ജീരകം, ചെറിയ ജീരകം, വെളുത്തുള്ളി, മല്ലിയില, ഉണക്കമുളക് ചതച്ചത്, മഞ്ഞൾപ്പൊടി, ഒരു സവാള, ചെറിയൊരു തക്കാളി അരച്ചെടുത്തത്, മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാല, വെളിച്ചെണ്ണ. ഇനി നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ലൈറ്റായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് മാവ് കുഴച്ചെടുക്കാം. റെസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കട്ടിയായിട്ട് പരത്തി നീളത്തിന് കട്ട് ചെയ്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം വെള്ളം ചൂടാവാൻ വെച്ച് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം. ഇനി മസാല റെഡിയാക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറിയ ജീരകം, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് മിക്സ് ചെയ്യാം. 2 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി എരിവിനനുസരിച്ച് 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി തക്കാളി ഒരു ചെറുത് അരച്ച് വെച്ചത് മിക്സ് ചെയ്യാം. നല്ല തിളച്ച് വരുമ്പം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് വെന്ത് കഴിയുമ്പം മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ലാസ്റ്റ് ഉണക്കമുളക് ചതച്ചതും മല്ലിയിലയും കൂടെ ഇട്ട് മിക്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പം ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.